Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ചാപ്റ്റർ 1 ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് അനലിറ്റിക്സിലെ ലാസ്റ്റ് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ബിസിനസ് അനലിറ്റിക്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ വായിക്കാൻ ഒരുപാടുണ്ടെങ്കിലും അത് സൗകര്യത്തിനനുസരിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ളതും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ കുറച്ച് ഐറ്റംസ് ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഈ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളജ് കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. അപ്പോൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പഠന വിഭാഗം തന്നെയാണ്. പക്ഷെ അതിൽ എന്തിനെ കുറിച്ചൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകളുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് വേറൊരു ടോപ്പിക്കായി വന്നിരിക്കുകയാണ് ഈ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് 2 പ്രൈമറി മാക്രോ ലെവൽ ഒബ്ജക്റ്റീവ് ഓഫ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രോബ്ലം സോൾവിങ്ങും ഡെസിഷൻ മേക്കിങ്ങും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് വന്ന ഒരു വിഭാഗമാണ് ഈ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? വലിയ വലിയ കമ്പനീസിൽ എപ്പോഴും എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതിനൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് പോകണം. അവർക്ക് ആ സമയത്ത് കൃത്യമായിട്ട് ഡെസിഷൻ എടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അനലിറ്റിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ത് വെക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ ഓപ്പറേഷൻ റിസർച്ചും അങ്ങനെയുള്ള മാത്സും ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് ഹാവ് ബീൻ യൂസ് ഫോർ സെവറൽ ഡെക്കേഡ്സ് ബൈ മെനി കമ്പനീസ്. ഒരുപാട് കമ്പനീസ് പണ്ട് മുതലേ യൂസ് ചെയ്തൊരു ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സും OR ഒക്കെ. പക്ഷേ 2000 ആയപ്പോൾ കമ്പനീസ് ദാറ്റ് യൂസ് അനലിറ്റിക്സ് ഹാവ് ഇൻക്രീസ്ഡ് എക്സ്പോണൻഷ്യലി. 2000-ന് ശേഷമാണ് ഈ അനലിറ്റിക്സ് ഇത്രയും അധികം അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്താണ്? അനലിറ്റിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു തിയറി ഓഫ് ബൗണ്ടഡ് റാഷണാലിറ്റിയാണ്. ഹെർബർട്ട് സൈമൺ 1972 കൊണ്ടുവന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. കാരണം അക്കോർഡിംഗ് ടു ഹെർബർട്ട് സൈമൺ, ദ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ബിസിനസ് പ്രോബ്ലംസ്, ബിസിനസ്സിൽ വളരെയധികം മുന്നത്തേക്കാൾ കോംപ്ലക്സിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഓഫ് സെവറൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനും, ഒരുപാട് പ്രശ്നങ്ങൾ ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് അതൊക്കെ സോൾവ് ചെയ്യാൻ ഒരുപാട് സൊല്യൂഷനും ഉണ്ട്. പക്ഷേ അവർക്ക് സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഡിമാൻഡ് എ ഹൈലി സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർ ബുദ്ധിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അനലിറ്റിക്സിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. അപ്പോൾ സമയം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വലിയ വലിയ ബിസിനസ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിമാൻഡ് ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ്. യൂസിങ് പാസ്റ്റ് ഡാറ്റ. എന്ത് ചെയ്യണമെങ്കിലും അവിടെ എന്താ ആവശ്യമുണ്ട്? പാസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട് ഫോർ ദ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അനലിറ്റിക്സ് പ്രോബ്ലം സോൾവിങ്ങിനും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക കേട്ടോ ഇവിടെയൊക്കെ. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അനലിറ്റിക്സ് ഈസ് യൂസ് ടു സോൾവ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലം സ്റ്റാർട്ടിംഗ് വിത്ത് സിമ്പിൾ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് സച്ച് ആസ് റെഡ്യൂസിംഗ് പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ ടൈം ടു കോംപ്ലെക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് സച്ച് ആസ് farm advisory system that involve accurate weather prediction, forecasting commodity price, etc. So that farmers can be advised about crop selection, crop rotation, etc. അപ്പോൾ അനലിറ്റിക്സ് നമുക്ക് മനസ്സിലായല്ലോ, ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ്ങിനാണ്. അതും വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു അഡ്വൈസറി സിസ്റ്റം സച്ച് ആസ് എ ഫാം അഡ്വൈസറി സിസ്റ്റം, ആ ഒരു സിസ്റ്റം അവിടെ നമുക്ക് ഉണ്ടാവുമ്പം അതിൽ വെതർ എങ്ങനെ വരും എന്നുള്ളതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമ്മുടെ കൃഷി ചെയ്യുന്ന ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എങ്ങനെ ക്രോപ്പ് സെലക്ട് ചെയ്യണം, ക്രോപ്പ് റൊട്ടേഷൻ എങ്ങനെ വേണം എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ അനലിറ്റിക്സിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അനലിറ്റിക്സ് പ്രധാനമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയാണ്. കാരണം എല്ലാറ്റിനും ഡാറ്റ നമുക്ക് ആവശ്യമാണ്. അതിന് ഡെസിഷൻ മേക്കിങ്ങിന് എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ഇൻവെൻറ്ററി കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്, റെഡ്യൂസ് പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ ടൈം എങ്ങനെ കുറയ്ക്കാം, അങ്ങനെ ഒരുപാടാണ് ഈ ഒരു അനലിറ്റിക്സിൻ്റെ പിരമിഡ് എന്ന് പറയുന്നത്.
അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ കോസ്റ്റ്. ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡെസിഷൻ നമുക്ക് സ്വയം എടുക്കാൻ പറ്റില്ലെങ്കിൽ അതിന് ആളുകളെ വെച്ച്, എക്സ്പേർട്ടുകളെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ പ്രൊഡ്യൂസിങ് ഡെസിഷന് കോസ്റ്റ് വരുന്നു. ഇനി ആ കൊണ്ടുവന്ന ഡെസിഷനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇത് നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോവുകയാണെങ്കിലോ അവിടെ ഫെയിലിയർ കോസ്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനീസ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കുറച്ച് പറയുന്നുണ്ട്, ജോബ് ഇൻ്റർവ്യൂ ഓഫേഴ്സൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയെന്നൊന്ന് വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് വരികയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ടൈപ്സ് ഓഫ് ബിസിനസ് അനലറ്റിക്സ്. ബിസിനസ് അനലറ്റിക്സിനെ 3 ആയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ്, സെക്കൻഡ് വൺ പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് ആൻഡ് തേർഡ് വൺ പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ്. അങ്ങനെ 3 തരത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ടോപ്പിക്കുകൾ ഇത് തന്നെയാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്താണെന്നുള്ളത് ഇന്നത്തെ ആ ഒരു ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്തിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. കൃത്യമായിട്ട് ഏതൊരു ബിസിനസ്സിലും ഡെസിഷൻ എടുക്കണമെങ്കിൽ വളരെ ഡിസ്ക്രൈബ് ചെയ്യണം, വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. എന്തിനും നമുക്ക് വിവരിക്കാൻ പറ്റുള്ളൂ, കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെയാണ് നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. ആ ഒരു ഡാറ്റ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായിരുന്നു അന്നേരം ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്തെ ട്രെൻഡ്, ഏതെങ്കിലും ഒരു എന്താണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലം വരെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അതേപോലെ നിലനിൽക്കുക, അതിനെയാണ്. ഇപ്പോൾ ചില കാര്യങ്ങളുടെ വില കൂടിക്കൊണ്ടേ പോകും, ചിലപ്പോൾ 5-6 വർഷം, അതൊരു ട്രെൻഡാണ്. ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടേ വരാം, അല്ലെങ്കിൽ അതൊരു ഫാഷൻ കുറേ വർഷങ്ങൾ നിൽക്കുന്നു, അതെല്ലാം ട്രെൻഡാണ്. പിന്നെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിൽ പാറ്റേണും ട്രെൻഡും റിലേഷൻഷിപ്പും ആരുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് സമ്മറൈസിങ് വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അറിയാൻ പറ്റാത്തത്, ഇത് സ്റ്റഡി ചെയ്യുമ്പോൾ എന്തറിയാൻ പറ്റുള്ളൂ, എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. കാരണം അതിൻ്റെ ബേസിസിലാണ് ഇനി ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ വേണം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൗണ്ടേഷനായിട്ട് നമുക്ക് പറയാം. ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്നാണ്. ഓഫറിങ് എസെൻഷ്യൽ ഇൻസൈറ്റ്സ് ഇൻ ടു പാസ്റ്റ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. മുൻ വർഷങ്ങളിൽ നമ്മുടെ പെർഫോമൻസും പാസ്റ്റ് ബിഹേവിയറും ഒക്കെ നമുക്ക് വരും ഭാവിയിലേക്കുള്ള ഒരു അടിത്തറ പാകുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് കൊടുക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഹാപ്പൻഡ്, കഴിഞ്ഞ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്. ഹൗ മച്ച് ഡിഡ് ഇറ്റ് ഹാപ്പൺ, എത്രത്തോളം അത് സംഭവിച്ചിട്ടുണ്ട്. വെൻ ആൻഡ് വേർ ഇറ്റ് ഹാപ്പൺ, എവിടെ എങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൽ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രഡിക്ഷൻസോ പ്രിസ്ക്രൈബ് ഫ്യൂച്ചറോ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ബട്ട് റാദർ ടു ക്രിയേറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് പിക്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ വളരെ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രാക്ക് പെർഫോമൻസ് എങ്ങനെ വർഷങ്ങളായിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ട്രാക്ക് പെർഫോമൻസും ബിഹേവിയർ പാറ്റേണും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് അനലറ്റിക്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡിസ്ക്രിപ്റ്റീവ്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണെന്ന് ഓർത്തുള്ളത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. എന്തിന് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ പാറ്റേണും ട്രെൻഡും റിലേഷൻഷിപ്പും ഒക്കെ അറിയാൻ വേണ്ടി, കാരണം ഒരു ഫൗണ്ടേഷനാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതേപോലെ ഒരു എസെൻഷ്യൽ ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ ക്ലിയർ ആയിട്ടും കോംപ്രിഹെൻസീവായിട്ടും ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ഒരു പിക്ചർ കിട്ടാനാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു അനലറ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡാറ്റ അഗ്രിഗേഷൻ.
ഡാറ്റ അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് ഫോർമാറ്റ്സ് ഇൻ ടു എ കോഹസീവ് ഡാറ്റ സെറ്റ് ഫോർ അനാലിസിസ്. നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ബിസിനസ്സിനെ എടുക്കുകയാണെന്ന് വെച്ചാൽ ആ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പല സോഴ്സിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളെയും നമ്മൾ കൂട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അഗ്രഗേറ്റ് ചെയ്യണം, അതെല്ലാം ടോട്ടൽ ചെയ്യണം. ദിസ് ക്യാൻ ഇൻക്ലൂഡ് അഗ്രഗേറ്റിംഗ് ഡാറ്റ അക്രോസ് മൾട്ടിപ്പിൾ ടൈം പീരീഡ്സ്. പല പല കാലഘട്ടത്തിലുള്ള ഡാറ്റകൾ, പല കസ്റ്റമർ സെഗ്മെൻറ്റുകൾ, പല ജോഗ്രഫിക്കൽ റീജിയൻ. അപ്പോൾ ഇവിടെ അഗ്രഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും സമയത്തെയും ദേശത്തെയും കസ്റ്റമറുടെയും അങ്ങനെ ഒന്നും നമ്മൾ തരംതിരിക്കാതെ ആ ടോപ്പിക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ ഡാറ്റയുടെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഡാറ്റ അഗ്രഗേഷൻ. ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പം എക്സ്ട്രാക്ടിങ്, ഈ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ചില പാറ്റേൺ മാത്രം ആ ഒരു ഡാറ്റ സെറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പാറ്റേൺസിനെ ഒരേപോലെ വരുന്ന കുറേ കാര്യങ്ങളെ അതിൽ നിന്ന് എടുക്കും, എക്സ്ട്രാക്ട് ചെയ്യും. ഡാറ്റ കുഴിച്ചെടുക്കുകയാണല്ലോ. മൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഖനികളിൽ നിന്നൊക്കെ കുഴിച്ച് ആ ഒരു കാര്യത്തിന് എടുക്കുകയാണ്. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടിയ ഡാറ്റ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതാണ്. അതിൽ നിന്ന് വേണ്ടത് മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഡാറ്റ മൈനിങ് ടെക്നിക്ക് ക്യാൻ റിവീൽ ഹിഡൻ റിലേഷൻഷിപ്പ്. അതിനെ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് പെട്ടെന്നൊന്നും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. വിച്ച് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് ഓഫൺ ബൈ ടുഗെദർ. എപ്പോഴും കസ്റ്റമർ ഓഫൺ ആയിട്ട് എപ്പോഴും വാങ്ങുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്രയും കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ വിഷ്വലൈസ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ, ഈ കിട്ടിയ വിവരങ്ങളെല്ലാം നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് യൂസ് ചെയ്യും, ചാർട്ടുകൾ, ഹീറ്റ് മാപ്സ്, അതുപോലെ ഡാഷ്ബോർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ടു ഐഡൻറ്റിഫൈ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ്. ആ കിട്ടിയ ഡാറ്റേനെ എല്ലാം ഏത് രൂപത്തിലേക്ക് ആക്കും, ഈ രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്രിട്ടിക്കലി പറയാൻ പറ്റും ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിന്. എന്തുകൊണ്ടാണ്, സിംപ്ലിഫൈസ്. ഇത്രയും വലിയൊരു ഡാറ്റ കിട്ടിയപ്പോൾ അങ്ങ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വിഷ്വലൈസിലേക്ക് വന്നപ്പം ആ ഒരു കോംപ്ലക്സ് ഡാറ്റേനെ എന്തായി മാറ്റി, സിംപ്ലിഫൈ ചെയ്തു. അതോടെ തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ വിവരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ്, അതിന് അവർക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. അതിനുശേഷം അതിനെന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യാം. ഇപ്പം നമുക്കിങ്ങനെ കിട്ടി കുറേ ഗ്രാഫും ചാർട്ടും മാപ്പും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇനി അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സുകൾ യൂസ് ചെയ്യുന്നത്, ആവറേജ് യൂസ് ചെയ്യാം, പെർസെൻറ്റേജ് യൂസ് ചെയ്യാം, കൗണ്ട്സ് ഓഫൺ യൂസ്ഡ് സിംപ്ലിഫൈ ഡാറ്റ, പിന്നെ സമ്മറൈസിങ് സെയിൽസ് നമ്പേഴ്സ് ബൈ മന്ത് ഓർ കസ്റ്റമർ ഡെമോഗ്രാഫി ബൈ ഏജ് ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു പ്രത്യേക വേരിയബിൾ എടുത്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്ത് പറയുക. പിന്നെ അതും കഴിഞ്ഞാൽ ഫ്രീക്വൻസി അനാലിസിസ് ആണ്. എന്നിട്ട് നോക്കുക ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം എത്ര തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുക. സച്ച് ആസ് ഫ്രീക്വൻസി ഓഫ് വെബ്സൈറ്റ് വിസിറ്റ്സ് ഓർ പർച്ചേസസ്. ഒരാൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ എത്ര തവണ അയാൾ കയറി നോക്കിയിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ ഒരു ഫ്രീക്വൻസി നമുക്ക് അവിടെ അനലൈസ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ബിഹേവിയേഴ്സ് ആർ മോസ്റ്റ് കോമൺ. അങ്ങനെ നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ബിഹേവിയറാണ് ഏറ്റവും കോമൺ ആയിട്ട് വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 4 കീ ടെക്നിക്കുകളാണ്. ഡാറ്റേനെ ആദ്യം കളക്ട് ചെയ്യുക, അഗ്രിഗേറ്റ് ചെയ്യുക, അതിന് വേണ്ടതിനെ എടുക്കുക, മൈൻ ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യാം, അതിനുശേഷം സമ്മറൈസ് ചെയ്യാം, ആൻഡ് ലാസ്റ്റ് ഫ്രീക്വൻസി അനലൈസ് ചെയ്യാം. ഇത് 5 ടെക്നിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കോമൺ മെട്രിക്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, മെയിൻ, മീഡിയൻ, മോഡ്, അല്ലേ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ആവറേജ് ബിഹേവിയേഴ്സ് ഒക്കെ അറിയാൻ പറ്റും. വേരിയൻസ് എടുക്കാറുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാറുണ്ട്, കൗണ്ട്സ് ആൻഡ് പെർസെൻറ്റേജസ് എടുക്കാറുണ്ട്, ഗ്രോത്ത് റേറ്റുകൾ നോക്കാറുണ്ട്, കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്യാറുണ്ട്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ആളുകൾ മാത്രം, ഒരു പ്രത്യേക ഏജിലുള്ള ആളുകൾ മാത്രം, അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറും ഇതൊക്കെ നോക്കിയിട്ട് അവരുടെ പ്രൊഫൈൽ, യൂസർ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയി യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൂൾസ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ്. ഇത് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ടെക്നിക്കുകളാണ്, ഇവിടെ നെക്സ്റ്റ് പറയുന്നത് ടൂളുകളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനലിറ്റിക്സിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് ഏതൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല സോഫ്റ്റ്വെയർ ടൂൾസ്. ഡാറ്റ അനലിറ്റിക്സ് ക്യാൻ ബി കണ്ടക്റ്റഡ് യൂസിങ് വേരിയസ് സോഫ്റ്റ്വെയർ ടൂൾസ്.
ഇവിടെ ഈ ഒരു അനലറ്റിക്സ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അതെങ്ങനെ വേണം എന്നതിനൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതൊക്കെയാണ്? ആ കോമൺ ടൂൾസിൽ വരുന്നതാണ് എക്സൽ, പിന്നെ ടാബ്ല്യൂ ആൻഡ് പവർ BI, ഗൂഗിൾ അനലിറ്റിക്സ്, SQL ഡാറ്റാബേസ് ക്വറി, പൈത്തൺ ആൻഡ് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ ആണ്. അതിനൊക്കെ വേണ്ടി ഓരോ സോഫ്റ്റ്വെയറും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്? ഒന്ന്, നല്ല രീതിയിൽ ഡെസിഷൻ എടുക്കാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ പാസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട പ്ലാനുകൾ എന്തൊക്കെയാണ്, എന്ത് വേണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പെർഫോമൻസ് ട്രാക്കിംഗ് കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു അറിയാൻ പറ്റും. കസ്റ്റമർ ഇൻസൈറ്റ്, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറുടെ ബിഹേവിയറും പ്രിഫറൻസുകളും സെഗ്മെൻറ്റുകളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതേപോലെ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് നമുക്കൊരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് ഇൻഎഫിഷ്യൻസീസ് വന്നിട്ടുണ്ട് അതിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാനും പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ പ്രോസസ്സിനൊക്കെ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബെഞ്ച് മാർക്കിംഗ് ആണ്. ബെഞ്ച് മാർക്കിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത് കമ്പയർ ചെയ്യണം. കമ്പനീസ് തന്നെ കമ്പയർ ചെയ്യുക അവരുടെ കറണ്ട് പെർഫോമൻസും അതേപോലെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയായിട്ട്, അല്ലെങ്കിൽ അവർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്തായിരുന്നു, കോമ്പറ്റീറ്റേഴ്സ് ആരായിരുന്നു, അവരൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ പെർഫോമൻസിനെ അവർ കൃത്യമായിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ഒരു ഇപ്പം നമ്മൾ അനലറ്റിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റിയൽ വേൾഡിൽ എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നും കൂടി നോക്കാം. ഒന്ന്, റീറ്റെയിൽ സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. അനലൈസിങ് സെയിൽസ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് പ്രൊഡക്ട്സ് ആർ ബെസ്റ്റ് സെല്ലേഴ്സ്, ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള അവർക്ക് സെയിൽസ് വരുന്നുണ്ടോ, സീസണിൽ വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ റീറ്റെയിൽ സെക്ഷനിൽ ഇത് ആവശ്യമാണ്. ഹെൽത്ത് കെയറിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പേഷ്യൻ്റ് ഔട്ട്കംസ് ട്രാക്ക് ചെയ്യാനും ട്രീറ്റ്മെൻറ്റും അവർക്കുള്ള അതേപോലെ തന്നെ റീഅഡ്മിഷൻ റേറ്റുകളും പ്രൊവൈഡിങ് ഇൻസൈറ്റ് ദാറ്റ് ക്യാൻ ഇംപ്രൂവ് പേഷ്യൻ്റ് കെയറും റിസോഴ്സ് അലോക്കേഷനൊക്കെ വേണ്ടി ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഈ ഒരു അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയുന്നത്. കാരണം എവിടെയൊക്കെ അവർക്ക് കള്ളത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അക്കൗണ്ട് ആക്ടിവിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആ മേഖലയിൽ അറിയാം. മാനുഫാക്ചറിങ് സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ലൈൻ എഫിഷ്യൻസി മോണിറ്റർ ചെയ്യാനും എന്തൊക്കെ പോരായ്മകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനും അവരുടെ എക്യുപ്മെൻറ്റ് ഡൗൺ ടൈം അനലൈസ് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇഫക്റ്റീവ്നെസ് ഓഫ് പാസ്റ്റ് ക്യാമ്പയിൻ, മുൻകാലങ്ങളിൽ അവർ ചെയ്ത പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് എത്ര സെയിൽസ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലിക്ക് ത്രൂ റേറ്റുകൾ എത്ര വന്നിട്ടുണ്ട്, കൺവേർഷൻ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വന്നിട്ടുണ്ട്, ആ ഇൻഫർമേഷനൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റിയൽ വേൾഡിൽ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡാറ്റ ക്വാളിറ്റി. നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഡാറ്റ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഡാറ്റ അഗ്രഗേഷൻ, അതിലെല്ലാം വലിച്ചു വാരി നമ്മൾ ഡാറ്റേനെ കളക്ട് ചെയ്യണം. അപ്പോൾ ഇന്നാക്യുറേറ്റ് ആയതുണ്ടാവാം, ഇൻകംപ്ലീറ്റ് ആയതുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇൻസൈറ്റുള്ള മിസ്ലീഡ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ലിമിറ്റഡ് പ്രഡിക്റ്റീവ് പവറാണ്. ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ത് മാത്രമേ കാണിക്കുള്ളൂ, അവിടെ പാസ്റ്റ് ഇവൻറ്റ്സ് മാത്രമാണ് കാണിക്കുന്നത്. അതൊരു ഇൻസൈറ്റ് എന്ന് പറയാനില്ല. ഫ്യൂച്ചർ പോസിബിലിറ്റി മുഴുവനായിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ പാസ്റ്റ് ട്രെൻഡിനാണ് അവർ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത്. പാസ്റ്റ് ഡാറ്റ എന്തായിരുന്നു, പാസ്റ്റിലെ ഇന്നോവേഷൻ എന്താ, അഡാപ്റ്റബിലിറ്റി എങ്ങനെ, അങ്ങനെ ആ പാറ്റേൺസ് ഒക്കെയാണ്. പക്ഷെ അതെല്ലാം എപ്പോഴും ഫ്യൂച്ചറിലേക്ക് അത് മുഴുവനായിട്ട് വേണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഡാറ്റ ഓവർലോഡ് ആവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ കുറേ ഡാറ്റകൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു നല്ല രീതിയിലൊരു ഫിൽറ്ററിങ് നടത്തുക എന്ന് പറയുന്നതൊക്കെ ചിലപ്പം അസാധ്യമായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സും മറ്റുള്ള ടൈപ്പ് അനലറ്റിക്സും കൂടിയുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ മെയിനായിട്ട് നോക്കുന്നത്, യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് ടു ഫോക്കാസ് ഫ്യൂച്ചർ ഔട്ട്കംസ്. പ്രെഡിക്റ്റീവ് എപ്പോഴും. വൈൽ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്താണ്, വാട്ട് ഹാപ്പൻ, എന്ത് കഴിഞ്ഞു പോയി, എന്ത് സംഭവിച്ചു, കഴിഞ്ഞൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇത് വരാൻ പോകുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ്. പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിലേക്ക് പോകുമ്പം അവിടെ കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യണം, ചില കാര്യങ്ങളെ ശുപാർശ ചെയ്യണം, സ്പെസിഫിക് ആക്ഷൻസ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റീവ് ഇൻസൈറ്റ്. ഇവിടെ നമുക്ക് കൃത്യമായി ഫ്യൂച്ചറിലേക്ക് പോകുമ്പം അതിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ റെക്കമെൻഡ് ചെയ്യലാണ് പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് ചെയ്യുന്നത്. അവിടെ ഔട്ട്കംസ്, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് പ്രിഡിക്റ്റ് ചെയ്യുക മാത്രമല്ല, അതിന് നല്ല കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്കിലേക്ക് പോവുകയാണെങ്കിലോ, ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ. എന്താ ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളതിനെ വിശദ പരിശോധന ചെയ്യുക അല്ലേ. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്യണം അവിടെ. റീസൺസ് ബിഹൈൻഡ് പാസ്റ്റ് പെർഫോമൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. അത് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദിസ് ഹാപ്പൺ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, അതിനെ എക്സ്പ്ലോർ ചെയ്യണം. ഇതിൻ്റെ കാരണങ്ങളും അവ തമ്മിലുള്ള റിലേഷനും ഒക്കെ എക്സ്പ്ലോറിങ് കൊസേഷൻ ആൻഡ് കോറിലേഷൻ, അതാണ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിനെ ഈ 3 അനലിറ്റിക്സുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ് ചെയ്തത്. പ്രെഡിക്റ്റീവിലാണെങ്കിൽ എങ്ങനെയാണ്, പ്രിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്, ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ എന്താണെന്നുള്ളത്. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് നോക്കണം, ഫ്യൂച്ചർ എന്താണെന്ന് അനലൈസ് ചെയ്യണം, ഒപ്പം അതിലേക്ക് വേണ്ടതായിട്ടുള്ള റെക്കമെൻഡേഷൻസും സജഷനും കൊടുക്കുക. ഡയഗ്നോസ്റ്റിക് ആവുമ്പം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ വിശദമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവും മറ്റുള്ള അനലിറ്റിക്സും തമ്മിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് മാത്രം എടുത്ത് നിർത്താം. അപ്പോൾ അനലിറ്റിക്സ് എന്താണ് എന്നുള്ളൊരു ഐഡിയ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അതിൽ പ്രധാനമായിട്ടും പ്രോബ്ലം സോൾവിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനുമാണ് ഉള്ളത്. മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പ്രധാന 3 വിഭാഗങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവും പ്രെഡിക്റ്റീവും പ്രിസ്ക്രിപ്റ്റീവും. അതിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്